ഏടാ പള്ളിയിലച്ചാ നീ മൊട്ടയായോടാ? നമ്മളെന്ത് പള്ളിയില്? നീ മുസ്ലിം, ഞാൻ ക്രിസ്ത്യൻ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പള്ളിയിലച്ചനോ? നീ എന്ത് ഇവിടെ? സംഭവം എന്താ അറിയാൻ പോളിയാ? എന്ത് നല്ല പൈസ കിട്ടുന്ന പറഞ്ഞാണ് ഞാനിങ്ങ് പോന്ന്. എടാ പിന്നീട് നമ്മുടെ ഇതെന്തായാലും വലിയ കൊടുപ്പ്, ചെറിയ കൊടുപ്പ്. In the name of the Father and of the Holy Spirit. എടാ അത് ഞാനല്ലേ പറയണേ, ഞാനല്ലേ ക്രിസ്ത്യാനി, നീ എന്താണ് ഈ പറയുന്നത്? എടാ അതല്ലേ ഇത് നോക്കടാ ദൈവമേ, ഒരുപാട് മുന്നിൽ എടാ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളിപ്പോ വന്നിരിക്കുന്ന നമ്മൾ ശരിക്കും ഒരു അച്ഛന്മാരാണ്. നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗോസ്റ്റിനെ ഒഴിപ്പിച്ചു വിടാൻ പറ്റും. അതെ, അത് ഞാൻ കേട്ടായിരുന്നു. നമ്മൾ ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്ന എന്തെന്ന് നോക്കുവാണെങ്കിൽ ഏതോ ഒരു കൊച്ചിറക്കുണ്ട്, കുരുത്തം കെട്ട. കൊച്ചിറക്കം മാത്രമല്ല വേറെ കുറെ ഉണ്ട്. നിന്നെ കണക്കേത് കുരുത്തം കെട്ട ഒരു കൊച്ചിറക്കുണ്ടെന്നാണ് ഇപ്പൊ ഞാൻ വന്നത് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പൊ അവന്റെ ദേഹത്ത് ഏതോ പ്രേതമുണ്ട്, സോ അവനെ ഒഴിപ്പിച്ചു വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊരു അവസ്ഥ! കണ്ട കൊച്ചു പിള്ളേരൊക്കെ പ്രേതം ഒഴിപ്പിച്ചിട്ട് നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ. അവനൊക്കെ നാണം ഉണ്ടോടാ അവന്റെ പ്രയത്തിന്റെ അവര് കുട്ടിയിരിക്കാൻ? ഇടേ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ട ഇത് കണ്ടടാ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോർഡാണ്. നമുക്ക് എന്തൊക്കെ അബിലിറ്റീസ് ഉണ്ടെന്നല്ല, ഇതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. നമ്മളൊരു എക്സോസ് നടന്ന് 1900-ലാണ് നമ്മളുള്ളത് ഇപ്പം. പക്ഷെ മടിയാണ് വായിക്കാൻ ഇങ്ങോട്ട്. എനിക്ക് മടിയാണ്. എടാ പിന്നെ കൊച്ചിറക്കാൻ ഇതാണ് കൊച്ചിറക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ഗോളെന്ന് വെച്ചാൽ നമ്മുടെ വില്യം എന്ന് പറഞ്ഞ ഈ കുരുത്തക്കട്ടെ തൊട്ടുപോകാണ്ട് ഇവന്റെ ദേഹത്തൊരു പ്രേതബാധ ഉണ്ട്. അപ്പൊ നമ്മള് അവന്റെ പ്രേതം നമ്മൾ ഒഴിപ്പിച്ച് കളയണം. അവന് വയസ്സെന്ന് പറഞ്ഞാൽ 10 വയസ്സ്. വില്യംസ് ബിഹേവിയർ ബിക്കം സ്ട്രേഞ്ച് അങ്ങനെയൊക്കെ എന്ന് പറയാം. അങ്ങനെ നമ്മുടെ രണ്ടുകുമാരെ വിളിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്ക് പ്രയത്തിന് ഒഴിപ്പിക്കാൻ നിർത്തില്ല. പിന്നെ കുറച്ച് പൈസ എക്സ്ട്രാ നമുക്ക് പറഞ്ഞിട്ടാണ് നമ്മളൊന്നും അറിയാ കെടുവോ നമ്മള്. എടാ പള്ളിയിൽ വെച്ചാൽ നമുക്ക് പൈസ ഒന്നും കിട്ടത്തില്ല. അല്ലെ തരാന്ന് പറഞ്ഞു, എന്റെ അടുത്ത് തരാന്ന് പറഞ്ഞു. നമ്മൾ തരാന്ന് പറഞ്ഞിട്ട് പ്രൈവറ്റ് ആയിട്ട് എനിക്ക് തരാന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾ നമ്മുടെ ഒരു ജേർണിയിൽ പങ്കാളിയൊക്കെ ആയിട്ട് കൂടാവാ, നമുക്ക് ഒരുമിച്ച് കൂടെ ചാവാന്ന്. എന്തായാലും ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പം എന്തായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് നേരെ കൊച്ചിന്റെ ആത്മാവിനെ പഠിക്കാൻ പോകും. അപ്പൊ നമ്മൾ ഇൻസൈൻ ആണ്. ഇത് നോക്കടാ, ഇൻസൈൻ ആണ് നമ്മൾ. ഇൻസൈൻ ആണ് ലെവൽ. ഇൻ ദി നെയിം ഓഫ് ദ ഹോളി സ്റ്റാർട്ട് ഓടറാ പന്നി. എടാ അപ്പൊ ഇതാണ് നമ്മുടെ വീട്. ഇതാണ് പുത്തക്കട്ട കൊച്ചർക്കാന്റെ വീട്. നീ എവിടെ? നമ്മുടെ സാനിറ്റി അറിയാൻ പറ്റും. ഇത് കണ്ട, ഇതാണ് നമ്മുടെ കൊച്ചിറക്കന്റെ വീട്. അത് മാത്രമല്ല നമ്മുടെ ഇന്നത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ജയനൊക്കെ കാണാം. ക്ലീൻ ഡീമൺ ബ്ലഡ്. ഡീമൺ ബ്ലഡ് റിമൂവ് ഡീമൺ സിമ്പിൾ റൊട്ടേറ്റ്. അല്ലേ ഇതെന്താണ് ഡീമൺ സ്ലേഴ്സാ? അല്ലേ വെയിറ്റ് ഡീമൺ സ്ലേയർ ആണ്. നമ്മള് ഇതൊന്നും നമ്മള് ഡീമൺ സ്ലേയേഴ്സ് ആണ്. പിന്നെ അല്ല കുരിശെടുത്തോ? കുരിശെടുക്കണമല്ലോ. കുരിശ് ഇതെങ്ങനെ മാറ്റുന്ന? കയ്യിലങ്ങനെ സാധനം എങ്ങനെ എടുക്കുന്നത്? എന്റെ കുരിശടി അവന്റെ വീട് കണ്ടോ? പേടിയാന്നല്ലേ അവന്റെ വീട് കണ്ടിട്ട് തന്നെ. അവന്റെ അടുത്തൊക്കെ പോവാൻ പറയാൻ ആരാ? നമുക്ക് എന്തായാലും എന്റെ കയ്യിൽ ക്യാമറ ഉണ്ട്. നമുക്ക് എന്തായാലും അവന്റെ വീഡിയോയും ക്യാമറ ഉണ്ട്. നമുക്ക് വ്ലോഗ് അടിക്കാം. നീ ഫ്രണ്ടിൽ പോ. നീ മോടാ. എനിക്ക് നീ ആദ്യം പോളിയാ. മോനെ മനു ഇങ്ങട്. പട്ടി വരക്കെ വെയിറ്റ്. ഇവിടെ ലൈറ്റ് ഇടാൻ വല്ല സ്ഥലം ഉണ്ടാ? എടാ ഇവൻ ഈ കൊച്ചറക്കെ പ്രാന്താണ് ഇങ്ങനത്തെ വലിയ വീട്ടിലൊക്കെ താമസിക്കാൻ. എടാ അതല്ലേ ഇതിന്റെ തള്ളേന്നത്തെ എന്ത് ചെയ്യും? അതാണ്. എടാ ഇവിടെ ലൈറ്റ് ഇടാനുള്ള സ്വിച്ചും താങ്ങൊന്നുമില്ലേ? ഫ്ലാഷ് ലൈറ്റ് കയ്യില്ലേ? തടി എന്റെ തലയിൽ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. എന്നാലും ചെറിയൊരു പേടി. ലൈറ്റ് ഇടുമ്പോ നമുക്കൊരു ഭയാനകമായിട്ടുള്ള സ്വിച്ച് തണ്ട. ശിവനെ കൊച്ചി ഇറക്കണേടാ. ഇവനാണ്ടാ വില്യം. അതെ അവന്റെ ദേഹത്തൊന്നും സ്കള്ളിന്റെ ഇവന്റെ ദേഹത്തിനാണ് നമ്മൾ ഒഴിപ്പിക്കേണ്ട ബാധ. പറയണ്ടേ. എടാ ഇത് നോക്കിയേ. എടാ
ഇതാ ഈ കുരിശ് തിരിഞ്ഞിരിക്കുന്നു. നമ്മള് റൊട്ടേറ്റ് ചെയ്ത് വെക്കണം. കുരിശ് തിരിഞ്ഞെന്ന് പറഞ്ഞ പിശാചിന്റെ സിമ്പലാണ് കുരിശ് തിരിഞ്ഞിരിക്കുന്നത്. അയ്യോ എന്റെ അടുത്ത് എന്താ കൊച്ചനെ ഓ കൊന്നു പേടിച്ചു നമുക്ക് കൊച്ചറക്കടേ ഇത് എന്ത് എത്ര പരിപാടി ഡീമൺ ബ്ലഡ് റിമൂവ് ഡീമൺ സിംബൽസ് റൊട്ടേറ്റ് ക്രൂസിഫിക്സ് എന്ന് പറഞ്ഞാൽ കുരിശ് തിരിച്ചു വെക്കണം. നമ്മൾ ഒരു കുരിശ് ഇപ്പൊ തിരിച്ചു വെച്ച് ഇനി 4 കൂടെ ഉണ്ട്. അടുത്ത എനിക്ക് കിട്ടി. ഞെക്കി പിടിച്ച് റൊട്ടേറ്റ് ചെയ്തോ. ഓക്കെ ഇപ്പൊ നമ്മൾ 3 എണ്ണം ഇല്ലേ? ഇവിടെ ക്യാൻഡിൽ ഒക്കെ വെച്ചിരിക്കുന്നു. ഇവിടെ എന്തോ റിച്വൽ നടന്നേക്കുന്ന ബർത്ത്ഡേ 10 വയസ്സായില്ലേ? ബർത്ത്ഡേ ആയിരിക്കും. എന്തോ ശബ്ദം കേൾക്കുന്നു. എല്ലായിടത്തിലും ബ്ലഡ് വെച്ച് മൂടിയേക്കും. ബ്ലഡ് ആണെന്തോ കണ്ണൊന്നും ഇല്ല, കണ്ണൊക്കെ മൂടിയേക്കുന്നു. ബ്ലഡ് ആണ് അതോ ടൊമാറ്റോ സോസാ പറയാൻ പറ്റത്തില്ല. എന്റെ ബാക്കി എനിക്കൊന്ന് ശബ്ദം കേൾക്കാം. വീട്ടിൽ പോടാ. ആരടാ എന്തൊക്കെയാ തെർമോമീറ്റർ, സ്റ്റെതസ്കോപ്പ്, പ്രേതം DJ എങ്ങാണ്ടാണ്. സത്യം എനിക്ക് ഭ്രാന്താണ്. കയ്യിലുണ്ട്, നമുക്ക് ഒരുത്തരം പേടിക്കണ്ടോ. പേടിപ്പിക്കുന്ന ശബ്ദം നല്ല ബെട്ടല്ലേ ഒന്നുമില്ല എന്റെ കൂടെ ആരും പന്നെ പേടിപ്പിക്കാൻ കയ്യിലൊന്നുമില്ലെങ്കിലും എനിക്കൊരു സ്കോപ്പ്. ഒഴിഞ്ഞു പോകും വിശേഷേ. മോനെ 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 നീ എങ്ങനെ ഷേവ് ചെയ്യുന്ന എങ്ങനെയാണ് ഇത്? ഈ തല എങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഷേവ് ചെയ്യുന്നത്? ഈ തലയിൽ ഷേവ് ചെയ്യുന്ന മറ്റേ ക്രീം ഏത്? ഞാൻ പറഞ്ഞു മറ്റേ ജില്ലറ്റില്ലേ, ജില്ലറ്റ് 30 രൂപയുടെ ജില്ലറ്റാണ് കടയിൽ പോയിട്ട്. മറ്റേ 3 ബ്ലേഡുള്ള അത് മേടിച്ചിട്ട് മറ്റേ ഫെയർ ആൻഡ് ലവ്ലി ഇല്ലേ, ഫെയർ ആൻഡ് ലവ്ലി എടുത്ത് തേച്ചിട്ട് നമ്മളെടുത്ത് നല്ല രീതിക്ക് പതുക്കെ ഷേവ് ചെയ്യും. നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. നീ എങ്ങനെ തന്നെ ഷേവ് ചെയ്ത് എത്ര നല്ലപോലെ? നീ ഷേവ് ചെയ്ത സോപ്പ് ബാത്റൂമിൽ പോയി സോപ്പ് വെക്കും, കവളത്ത് ഇങ്ങനെ തേക്കും, എന്നിട്ട് മറ്റേ വേറെ എന്തെങ്കിലും എടുത്ത് സാധനം വെച്ച് കീറി രണ്ടാം പറ്റം കൊച്ചിറക്കാൻ മരിച്ചുകൊണ്ട് ഇപ്പൊ വേറൊരാളാണ് കൊള്ളാം. നല്ല രസമുണ്ട്. പിന്നെ തൊട്ട് വരും കേട്ടല്ലോ. എന്റെ പെണ്ണിന് തൊട്ട നീ കൊച്ചിറക്കേ എലിസബത്ത് ഞാനുമായിട്ട് എന്റെ സ്വീറ്റ് ഹാർട്ടാണ്. തൊട്ട് വെയിറ്റ് നമ്മൾ ആർഗ്യം അതിനെ രക്ഷിക്കാൻ പറ്റുമോ നോക്കട്ടെ. പറയാൻ പറ്റില്ല. നേരത്തെ കൊച്ചിറക്ക അല്ല അത് നമ്മൾ രക്ഷിക്കും. ഇത് നമ്മൾ രക്ഷിക്കില്ല, കാരണം നമുക്ക് ആവശ്യം സംഭവമില്ല. അത് നമ്മൾ പെട്ടെന്ന് ചെയ്യണം. നമുക്ക് മനസ്സിലായി. ഓക്കെ ഇത് ഫാദർ സ്പീക്കിംഗ് ഫോർ ലാംഗ്വേജ്. എന്താ ഫോർ ലാംഗ്വേജ് എന്താണ്? കൊന്നിച്ചിവ ഗോസായിമാസ അരിഗാത്തോ. ഓക്കെ എന്തൊക്കെ അങ്ങനെ പറയുന്നത്? ഇങ്ങനെ പിന്നാന്താണ്, അങ്ങനെ എന്താ കുഴപ്പമുണ്ട്. പക്ഷെ ഇവരെ നമ്മൾ എടുത്തിരിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. ഒറ്റ മൈൻഡ് നമ്മളെ രക്ഷിക്കും. കേസ് നമുക്ക് ആവശ്യമുള്ളതാണ് നമ്മളെ രക്ഷിച്ചിരിക്കും. ചേച്ചിനെ വേണം എനിക്ക് വേണം. വേണോ? അല്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാം. അതാണ് നമുക്ക് എത്ര പെണ്ണുങ്ങളാണ് നമുക്ക് മറ്റേ വേറെ ഫ്രണ്ട് ആപ്പൊക്കെ ഉപയോഗിക്കാം. ഇതൊക്കെ മനുഷ്യനെ നമ്മളെ വീട് കണ്ടോ? ഈ വീട്ടിലാണ് നമ്മൾ ഇനി കയറാൻ പോകുന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടി. അവരത് ഇപ്പഴേ പറഞ്ഞു ഞാൻ തരത്തില്ല കേട്ടാ. എടാ വെയിറ്റ്, എടാ പെണ്ണ് വേണോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്നും ഒറ്റ മിനിറ്റ് മാറങ്ങോട്ട്. എന്റെ നെഞ്ച് ഇടന്നിടിക്കുന്നു. എടാ വെയിറ്റ്, പെട്ടെന്ന് നമുക്ക് പെണ്ണിനെ കാണണം. വെയിറ്റ്, നമുക്ക് ഇവിടെ സ്വിച്ചും കാര്യങ്ങളെല്ലാം ഉണ്ടാ. നമ്മൾ ഇൻസൈഡിലാണ് കളിക്കുന്ന ആണ്ടാണ് ഇത്രയും പേടിക്കുക.
എടാ പെണ്ണ് കണ്ട അളിയാ ഒന്ന് കാണണം നല്ല രസമുണ്ടോ ചേച്ചി ഇതിന് പ്രാന്തം കണ്ടാണ്. എടാ ഹാർഡ് ടു ഗെറ്റ് വെയിറ്റ് ഞാൻ വളച്ചെടുത്തിട്ട് തരാം. നമുക്ക് ഹാപ്പി മോളൊന്ന് പോയാലോ? നമുക്ക് നമുക്ക് തിയേറ്ററിൽ സിനിമ കാണാൻ പോയാലോ? എടാ വെയിറ്റ് നമുക്ക് ഇത് മാറുന്നു വായി വെയിറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ സാധനം കണ്ടുപിടിക്കണം. എടാ സ്റ്റാർട്ട് ക്രൈയിങ്ങോ എന്തോ പറഞ്ഞു? എന്തോ ഒരു കാര്യം പറഞ്ഞു. സ്റ്റോപ്പ് ക്രൈയിങ്ങോ സ്റ്റാർട്ട് ക്രൈയിങ്ങോ എന്താ പറഞ്ഞു ചേച്ചി? എന്താ പറഞ്ഞു? എടാ നീ കളിക്കല്ലേ നീ എടാ ഇതെന്ത് തേങ്ങ ഈ പന്ന ക്ലോത്ത് എവിടെ തുണി കൊണ്ട് വെച്ചാ? വെയിറ്റ് ചെയ്യാൻ ഷോൾ എടുത്തിട്ട് വരാൻ തുടങ്ങി. പിന്നല്ല ചേച്ചിയാണ് നമുക്ക് ലുല്ലു മാടന്ന് പോയിട്ട് എടാ ലുല്ലു മോള് കുറച്ച് ദൂരം ഇല്ലയോ? അത് കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ദൂരെയാണ്. ഓട്ടി വരെ പോയിട്ട് വന്നാല് അല്ലെങ്കിൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് പോയിട്ട് വന്നാലോ? നീ എന്റെ പെണ്ണിനെ വിളക്കാതെ ഇന്ന് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞൂടാ. ഇതെന്താണ് സാധനം? ഒരു പൂള് കിടക്കുന്നു. എടാ യു ബേണ്ട റെലിക്ക് നമ്മൾ ഇതാണ് റെലിക്ക്. ഇവിടെ ഉണ്ട് ഡീമൺ സിംബല് നമുക്ക് 3 എണ്ണം ചെയ്തിട്ടുണ്ട്. 5 പിന്നെ 2 എണ്ണം റെലിക്കില് 2. എന്തോ വീട് മൊത്തത്തിൽ കുളിക്കുന്നതാണ്. നമ്മളെ ക്ലോത്ത് കിട്ടി. ക്ലോത്ത് നീ എടുത്തോ, എന്റെ കയ്യിലുണ്ട്. അല്ല ഞാൻ എനിക്ക് എടുക്കണ്ട, പക്ഷേ ടോർച്ച് ഉണ്ട്. ടോർച്ച് മറ്റേ അതുകൊണ്ട് എന്തോ കട്ടി 4 കല്ലെന്തോ പോകുന്നറിയാ. കുരിശ് കൈ വെച്ചോ വെച്ചിട്ടുണ്ട്. എടാ ഇത് ആരുടെ കാൽപ്പാടാ? ഇത് നമ്മുടെ തന്നെയാണ്. നമ്മുടെയാണ്. അല്ല എടാ ഇതെന്ത് ഇത്രയും കാൽപ്പാട്? അതാ വർക്കർ ആൾക്കാർ പറയും, ജോലി ചെയ്യാൻ വരുന്ന ആൾക്കാർ പറയും ചേച്ചി ഉണങ്ങുന്നതിന് മുമ്പ് കേറെന്ന് പറയും. അവരാ കേറി അതാ ചെരുപ്പിന്റെ സിമ്പിൾ കിടക്കുന്നുണ്ട്. സത്യം ആരും നിക്കുന്നില്ല. നീ കത്ത് I will crucify you. എന്റെ ജീവൻ പറയാണ്, നീ ജനിക്കത്തില്ല, നീ നീ നരകത്ത് പോടാ പന്നി. നിനക്കൊന്നും ഇവിടെ ജീവിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ചേച്ചിനെ വേണം. എനിക്കും വേണം. ഇവിടെ പള്ളി മണി എവിടെ? പള്ളിയൊക്കെ ഉണ്ട്. ഇത് ക്ലോക്കിന്റെ ആണോ? ക്ലോക്ക് ആയിരുന്നു. എത്ര മണിയായില്ലേ? 12 മണിയായില്ലേ? അതാണ് പയ്യവാ. അടുത്ത റെലിക്ക് കത്തിച്ചോളഞ്ഞോ. മനുഷ്യനെ ക്യാമറ കട്ടില് പൊങ്ങി. ഞാനേ കണ്ടോളൂ, ഞാൻ മാത്രമേ കണ്ടു. കട്ടില് പൊങ്ങിയത് എന്റെ കുളിച്ചു കാണീര്. ഓക്കെ സെറ്റ്. അയ്യോ ബ്രോ സുഖല്ലേ മൊട്ട തന്നെ. One eternity later. അയ്യോ എടാ അവള് പൊസസ്സാണ് കേട്ടോ. എന്റെ സൈഡ് ഫുള്ള് ചോരടാ. എനിക്ക് പറ്റത്തില്ല. നിന്റെ കണ്ണിലെന്തൂടാ? ഇതൊക്കെ തന്നെയാണ് നമുക്ക് മൈക്ക് കിട്ടി. അവസാനം എന്തൊക്കെയോ സംഭവിച്ചു. അങ്ങനെ നമ്മള് പേടിച്ച് വീട്ടിൽ തുടങ്ങി. നല്ല അച്ഛന്മാരല്ലേ നമ്മൾ. നോക്കി എന്തായല്ലേ. സോ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. സോ ഇതിന്റെ അടുത്തൊരു എപ്പിസോഡ് വേണമെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ നിങ്ങൾ കമന്റ് ചെയ്യും പാർട്ട് 2 വേണോ വേണ്ടതൊക്കെ.